പുരസ്കാര വിതരണ ചടങ്ങ് ആരംഭിക്കുകയാണ്. അതിനു മുൻപായി വിശിഷ്ടാതിഥികളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഈ ചടങ്ങിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒന്ന്, സാധാരണഗതിയിൽ അംഗീകാരം ലഭിക്കാത്ത ഒരു വിഭാഗത്തെ അംഗീകാരത്തിൻ്റെ പ്രഭയിലേക്ക് ഞങ്ങൾ ആനയിക്കുകയാണ്. നമുക്ക് വേണ്ടി അന്നമുണ്ടാക്കുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ അവഗണിക്കപ്പെടുന്നത്. ആ അവഗണന നേരിടുന്ന ആൾക്കാരെ ഇത്തരത്തിലുള്ള അംഗീകാരത്തിൻ്റെ പ്രതലത്തിലേക്ക് കൊണ്ടുവന്ന് അവരെ പിന്തുടരാനുള്ള ഒരു പ്രോത്സാഹനം മറ്റുള്ളവർക്ക് നൽകുക എന്നുള്ളതാണ് ഈ അവാർഡ് കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഈ വേദിയിലിരിക്കുന്ന ഒട്ടുമിക്കവാറും നല്ല കർഷകരാണ്. ബഹുമാനനായ ശ്രീ സത്യൻ അന്തിക്കാടിനെ ഇതിനകത്ത് മുഖ്യാതിഥിയാക്കിയത് അദ്ദേഹം കേരളത്തിൻ്റെ പ്രശസ്തനായിട്ടുള്ള സിനിമാ സംവിധായകൻ എന്നുള്ള പദവി കൊണ്ടല്ല, കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു കർഷകനാണ് ശ്രീ സത്യൻ അന്തിക്കാട് എന്നുള്ളതാണ് ഈ പദവിയിൽ അദ്ദേഹത്തെ ഞങ്ങൾ വിളിച്ചു വരുത്താൻ ഞങ്ങളെ പ്രേരിപ്പിച്ചത്. സത്യേട്ടൻ എത്രയോ കാലമായിട്ട് സ്വന്തം പാടത്ത് വിതച്ച് കൊയ്ത് ഊണ് കഴിക്കുന്ന ആളാണ്. എന്തായാലും മുഖ്യാതിഥി എന്നുള്ള ഒരു പദവി കൈയാളാൻ എന്തുകൊണ്ടും യോഗ്യനാണ് സത്യേട്ടൻ. ഞങ്ങളുടെ ചെയർമാൻ മമ്മൂക്കയും നല്ലൊരു കൃഷിക്കാരനാണ്. നിങ്ങളുടെ പ്രിയങ്കരനായ ശ്രീ സുനിൽകുമാർ ഒരു നല്ല കർഷക സംസ്കാരത്തെ കേരളത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി അക്ഷീണം എത്തിക്കുന്ന ഒരാളാണ്. അതാണ് സുനിലിനെ കുറിച്ച് ആൾക്കാർ പറയുന്നത്. കൃഷിമന്ത്രി എന്നുള്ള പദവി കൊണ്ട് മാത്രമല്ല, അദ്ദേഹം എത്രത്തോളം ആത്മാർത്ഥമായിട്ട് ഈ ഒരു മേഖലയെ സേവിക്കാനും പരിപോഷിപ്പിക്കാനും ശ്രമിക്കുന്നു എന്നുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്തായാലും കൃഷിയെ സ്നേഹിക്കുന്ന ആൾക്കാരുടെ ഒരു കൂട്ടായ്മ കൂടിയാണിത്. ഈ ഒരു പരിപാടിയിൽ വരാൻ പോകുന്ന യഥാർത്ഥ താരങ്ങൾ ഇവിടെ അവാർഡിന് അർഹരാകുന്ന 4 പേരാണ്. ആ ആൾക്കാരുടെ നഖചിത്രങ്ങൾ ഇവിടെ അനാവരണം ചെയ്യപ്പെടുമ്പോൾ ഞങ്ങളുടെ അവാർഡ് സാർത്ഥകമാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് വന്ന ആൾക്കാരോടുള്ള എൻ്റെ നിസ്സീമമായിട്ടുള്ള നന്ദി പ്രകടിപ്പിക്കുന്നു. സ്വാഗത സംഘത്തിൻ്റെ ഭാരവാഹിത്വം വഹിച്ച ശ്രീ UP യോസഫിന് എൻ്റെ പ്രത്യേക നന്ദി കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ പിൻവാങ്ങുന്നു. നന്ദി, നമസ്കാരം. കൃഷിയെ വളരെയേറെ ആദരിച്ചുകൊണ്ട് മണ്ണിൽ പണിയെടുക്കുന്ന, അത് ചെളിയിലും വെള്ളത്തിലും മഞ്ഞിലും മഴയിലും വെയിലൊക്കെ കൊണ്ട് നമുക്ക് വേണ്ടി അന്നം വിളയിക്കുന്ന അന്നദാതാക്കളായിട്ടുള്ള കർഷകരെ ആദരിക്കുന്നതിന് വേണ്ടി, അവരെ സമൂഹത്തിൻ്റെ മുൻപിൽ മുഖ്യസ്ഥാനം കൊടുത്ത് അവരെ ബഹുമാനിക്കുന്നതിന് വേണ്ടി കൈരളി പോലെയുള്ള ജനകീയ പിന്തുണയുള്ള ഒരു ചാനൽ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നടത്തിവരുന്ന കതിർ അവാർഡ് ഇന്ന് കേരളത്തിൽ വളരെയേറെ ശ്രദ്ധേയമായി കൊണ്ടിരിക്കുകയാണ്. കാരണം മറ്റെന്തിനേക്കാളും ഒരു നല്ല നടൻ, ഒരു നല്ല സംവിധായകൻ, ഒരു നല്ല പാട്ടുകാരൻ എന്നൊക്കെ, ചിത്രകാരൻ എന്ന് പറയുന്നതിനേക്കാൾ ഉപരിയായി നമ്മുടെ അന്നദാതാക്കളായിട്ടുള്ള കർഷകൻ, ഏറ്റവും നല്ലൊരു കർഷകനെ ആദരിക്കുന്നതാണ് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഏറ്റവും വലിയ മഹത്വം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് കൈരളി അവരുടെ പ്രധാനപ്പെട്ട സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായി ഇങ്ങനെ ഒരു അവാർഡ് നൽകുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം ഞാനൊരു ഡോക്ടറാണ്, ഞാനൊരു എഞ്ചിനീയറാണ്, ഞാനൊരു മന്ത്രിയാണ്, ഞാനൊരു നടനാണ്, ഞാനൊരു സംവിധായകനാണ്, ഞാനൊരു പത്രപ്രവർത്തകനാണ് എന്ന് പറയുന്നത് പോലെ നമ്മുടെ പുതിയ തലമുറ തല ഉയർത്തിപ്പിടിച്ച് പറയണം, ഐ എം എ ഫാർമർ, ഞാനൊരു കൃഷിക്കാരനാണ് എന്ന് അഭിമാനത്തോടു കൂടി ഒരു വ്യക്തിക്ക് പറയാൻ കഴിയാവുന്ന നിലയിലേക്ക് കർഷകനെ ഉയർത്തിക്കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ സാധിക്കണമെങ്കിൽ
കർഷകന്റെ സ്ഥാനം നാം മുൻ സീറ്റിൽ കൊടുക്കണം. നമ്മുടെ അന്നദാതാവായ ആ കർഷകനെ ആദരിക്കാൻ നമ്മൾ പഠിക്കണം. നമ്മുടെ കേരളം നവകേരളം എന്ന് പറയുന്നത് നവകാർഷിക കേരളമാക്കി മാറ്റാൻ വേണ്ടി നമുക്കെല്ലാവർക്കും കൂടി പ്രയത്നിക്കാൻ കഴിയണം. അത് കൃഷി വകുപ്പിൻ്റെ മാത്രമല്ല, കൃഷി മന്ത്രിയുടെ മാത്രമല്ല, അല്ലെങ്കിൽ കൃഷി ചെയ്യുന്ന കൃഷിക്കാരൻ്റെ മാത്രം ആവശ്യമല്ല, നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ്. കാരണം ചോറ് എന്നടിച്ചാൽ കമ്പ്യൂട്ടറിലൂടെ ചോറ് വരുന്ന ഒരു ടെക്നോളജി ലോകത്ത് ഇതുവരെ നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. മണ്ണിൽ നിന്നും വിളയിക്കുന്ന അരി മാത്രമേ നമുക്ക് ഊണ് കഴിക്കാൻ കഴിയൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ചേറിൽ കൈകുത്താത്തവന് ചോറിൽ കൈകുത്താൻ അവകാശമില്ല എന്ന് പണ്ട് കാരണവന്മാർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാവരും ഓർക്കണം. ചേറിൽ കൈകുത്താതെ നാളെ ചോറിൽ കൈകുത്തുമ്പോൾ ഓർക്കുക, ഈ ചോറിൽ കൈകുത്താൻ നമുക്ക് വേണ്ടി അധ്വാനിച്ച കൃഷിക്കാരനെ നമ്മൾ മറന്നു പോകരുത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ നേർന്നുകൊണ്ട് ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ച് അറിയിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ വിനീതമായ നമസ്കാരം. നന്ദി സർ. കൈരളി ന്യൂസ് ഖദർ അവാർഡ്സ് 2019 മികച്ച കർഷകനെ പ്രഖ്യാപിക്കുകയാണ്. കേരളത്തിലെ മികച്ച കർഷകരുള്ള ഖദർ അവാർഡ് വയനാട് മാനന്തവാടിയിലെ ചെറുവയൽ രാമൻ. ഗുജറാത്തിൽ 4 കർഷകർക്കെതിരെ ലേസ് കമ്പനി കേസ് കൊടുത്തു. കമ്പനിയുടെ ഉരുളക്കിഴങ്ങ് വിത്ത് കമ്പനിയുടെ തീട്ടൂരമില്ലാതെ കൃഷി ചെയ്തതിന് 1.5 കോടി രൂപ നഷ്ടപരിഹാരം ചോദിച്ചായിരുന്നു കേസ്. പ്രതിഷേധമുയർന്നപ്പോൾ ഒത്തുതീർപ്പാക്കി കമ്പനി തടി തപ്പി. ഈ കഥ നമുക്കറിയാം. എങ്കിൽ ചെറുവയൽ രാമനെയും നമ്മൾ അറിയാം. വയനാട്ടിലെ ജീൻ ബാങ്കർ, 3 ഏക്കർ നിലം മാത്രമുള്ള കൃഷിക്കാരൻ. ഈ മനുഷ്യൻ നടത്തുന്നത് കൃഷിയല്ല, വിത്തുൽപാദനമാണ്. ഇനം നെൽവിത്തുകൾ രാമേട്ടന്റെ വയലുകളിലുണ്ട്. 2-3 സെന്റിൽ ഓരോ വിത്തും ഓരോ വിത്തിറക്കൽ കാലത്തും നടുന്നു. അങ്ങനെ ആ വിത്തുകളെ രക്ഷിക്കുന്നു. 19 കൊല്ലമായി ഇതാണ് രാമേട്ടന്റെ ജീവിതം. ഏതു കൃഷിക്കാരനും രാമേട്ടൻ വിത്ത് കൊടുക്കും, ഒരു പൈസ പോലും വില വാങ്ങാതെ. ഒറ്റ വ്യവസ്ഥയേയുള്ളൂ, കൊയ്യുമ്പോൾ വിത്ത് തിരിച്ചു കൊടുക്കണം, അതോ വാങ്ങിയെടുത്തോളം മാത്രം. ഇങ്ങനെയാണ് ചെറുവയൽ രാമൻ ലേസ് കമ്പനിയുടെ വിത്ത് നയത്തിനുള്ള ഉത്തരമാകുന്നത്. പത്താം വയസ്സിൽ ജീവിക്കാൻ കൃഷിക്കാരനായതാണ് രാമേട്ടൻ. 69 വയസ്സുവരെ കൃഷി കൊണ്ട് ജീവിച്ചു. ഉറുപ്പിക അണ പൈസ കണക്കിൽ ജീവിതം നഷ്ടമായല്ലോ എന്ന് പറയുന്നവരോട് ഇദ്ദേഹം ചിരിക്കുന്നു. 5ാം ക്ലാസ്സിൽ പഠിപ്പു നിന്നുപോയ ഈ ഗ്രാമീണനിൽ നിന്ന് പഠിക്കട്ടെ. ലോകം വിഴുങ്ങാനുള്ള അത്യാർത്തിയുമായി ചുരമാന്തി അലർന്ന കാർഷിക കോർപ്പറേറ്റുകൾ. പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രനു തലചായ്ക്കാൻ ഭൂമിയിലിടമില്ല. രാമേട്ടൻ എങ്ങനെ മറ്റൊരാളാകും? തലയ്ക്കൽ ചെറിയ രാമൻ എന്നാണ് ഈ മനുഷ്യന്റെ മുഴുവൻ പേര്. വയനാടൻ കാടുകളിൽ വെള്ളപ്പട്ടാളത്തെ കിടുകിടി വിറപ്പിച്ച് ചതിയിൽ മാറ്റാന്റെ പിടിയിലായി വീരമരണം വരിച്ച കുരിശിപ്പട നായകൻ തലയ്ക്കൽ ചന്തുവിന്റെ അനന്തരം. നല്ല കർഷകനുള്ള കൈരളിയുടെ 2019 ഖദർ പുരസ്കാരം വയനാടൻ വയലുകളിലെ ബദൽ കാർഷിക നയത്തിന്റെ ഈ നിശബ്ദ വിപ്ലവത്തിന്.
കതിർ അവാർഡ്സ് 2019 മികച്ച കർഷകൻ ചെറുവയൽ രാമൻ. ക്യാഷ് അവാർഡ് സമ്മാനിക്കുന്നത് ശ്രീ സത്യനന്ദിക്കാണ്. അടുത്തതായി സ്വന്തം അടുക്കളത്തോട്ടത്തിൽ നിന്ന് പറിച്ചെടുക്കുന്ന പച്ചക്കറികൾ ഏതൊരു വീട്ടമ്മയുടെയും സ്വപ്നം തന്നെയാണ്. ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വീടിനകത്തും പച്ചക്കറി കൃഷി ചെയ്യാവുന്ന വെർട്ടിഗ്രോവ് എന്ന വെർട്ടിക്കൽ ഗാർഡൻ നമുക്ക് സമ്മാനിക്കുന്നത് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ കൂടിയായ മായ വർഗീസ് ആണ്. കൃഷി ചെയ്യാൻ സ്വന്തം മണ്ണില്ലെന്നതിന്റെ പേരിൽ വിഷാംശമുള്ള പച്ചക്കറികൾ കഴിക്കേണ്ടി വരുന്നവർക്കായി ഒരു സന്തോഷ വാർത്ത. വെർട്ടിഗ്രോവ് എന്ന പുതിയ സംവിധാനവുമായി മായ വർഗീസ്. 30 പച്ചക്കറി ചെടികൾ വളർത്തിയെടുക്കുവാൻ കുറഞ്ഞത് 200 സ്ക്വയർ ഫീറ്റ് സ്ഥലം ആവശ്യമുള്ളിടത്ത് 4 സ്ക്വയർ ഫീറ്റ് സ്ഥലം 30 ചെടികൾ വളർത്തിയെടുക്കുക എന്ന ആശയമാണ് വെർട്ടിഗ്രോവ് സാധ്യമാക്കുന്നത്. പ്രത്യേകം ട്രീറ്റ് ചെയ്ത ഓർഗാനിക് മിശ്രിതത്തിലാണ് കൃഷി. വെർട്ടിഗ്രോവ് ഉപയോഗിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ അടങ്ങിയ മൊബൈൽ ആപ്പും പുറത്തിറക്കിയിട്ടുണ്ട്. വെർട്ടിഗ്രോവിന്റെ ഒരു വെർട്ടിക്കൽ ഗാർഡൻ പത്മശ്രീ ഭരത് മമ്മൂട്ടിക്ക് സമ്മാനിച്ച ഈ സംരംഭത്തിന് തുടക്കം കുറിക്കുന്നതിനായി ശ്രീമതി മായ വർഗീസിനെ ക്ഷണിക്കുന്നു. പുരസ്കാരത്തിന്റെ 2 സ്പോൺസർമാരെ ആദരിക്കേണ്ടതായുണ്ട്. കേരളത്തിൽ അന്താരാഷ്ട്ര നിലവാരത്തിൽ പ്രൊഫഷണൽ വിദ്യാഭ്യാസം നൽകുന്ന വിദ്യ ഇന്റർനാഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ചെയർമാൻ ശ്രീ സുധാകരൻ പോളിശ്ശേരിയെ കൈരളിയുടെ സ്നേഹോപകാരം പത്മശ്രീ മമ്മൂട്ടിയിൽ നിന്നും ഏറ്റുവാങ്ങുന്നതിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വളരെ ചെറിയ കാലയളവിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട ബ്രാൻഡായി മാറിയ ബെസ്റ്റ്വുഡിന്റെ ജനറൽ മാനേജർ ശ്രീ EP ഷൈനെ കൈരളിയുടെ സ്നേഹോപഹാരം ചെയർമാൻ ശ്രീ മമ്മൂട്ടിയിൽ നിന്നും ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിക്കുന്നു. Malabar Gold and Diamonds presents Kairali News Kadir Awards 2019. Special partner Vertigrove, celebrated by Accounts Academy Trishur, co-celebrated by Bestwood, knowledge partner Vidya Academy of Science and Technology, organic partner Nupur Manuvers India Private Limited in association with CB Mining and Infrastructure, Wims Aviation and PMS Dental College. Kairali News Kadir Awards 2019. മികച്ച പരീക്ഷണാത്മക കർഷകനുള്ള കതിർ അവാർഡ് നീലേശ്വരം സ്വദേശി ശ്രീ PV ദിവാകരൻ. കാലിൽ തഴമ്പ് പൊട്ടിപ്പഴുക്കുന്ന രോഗം വന്നാൽ ചെത്തുതൊഴിലാളി എന്തു ചെയ്യും? മറ്റെന്തെങ്കിലും ചെയ്ത് ജീവിക്കാൻ നോക്കും എന്നാണ് ആരും പറയുക. പക്ഷേ ആ ഉത്തരം പൊട്ടത്തെറ്റ് എന്ന് പറയുന്ന ഒരാളുണ്ട്, നീലേശ്വരത്തെ ദിവാകരൻ. ദിവാകരൻ തെങ്ങ് ചെത്താൻ തുടങ്ങിയപ്പോൾ കാലിൽ തഴമ്പ് വന്നു പൊട്ടി. ഒരു കാലുറ ഡിസൈൻ ചെയ്ത് ദിവാകരൻ ആ കാലക്കേടിനെ തോൽപ്പിച്ചു. ഇന്ന് എല്ലാ ചെത്തു തൊഴിലാളികൾക്കുമായി ദിവാകരന്റെ കാലുറയും കയ്യുറയും റെഡി. കയ്യിലും കാലിലും തഴമ്പ് വരാതിരിക്കാൻ ന്യൂജൻ ചെത്തുകാർ ദിവാകരനെ തേടി വരുന്നു. ഇതാണ് ദിവാകരൻ, 10ാം ക്ലാസ്സിൽ തോറ്റയാൾ.
നേരു പറഞ്ഞാൽ 8ാം ക്ലാസ്സിലെ തോറ്റയാൾ. പഴയ ചാക്കേരി പാസിലൂടെ 9ലേക്കും 10ലേക്കും കയറിപ്പോയയാൾ. പരീക്ഷയിൽ തോറ്റ ദിവാകരൻ പക്ഷേ പരീക്ഷണങ്ങളിൽ തോറ്റില്ല. ദിവാകരന്റെ കണ്ടുപിടുത്തങ്ങൾ ഏറെയാണ്. ലഹരിയില്ലാത്ത കള്ള്, കൊമ്പൻ ചില്ലിയുടെ ലാർവ കൊണ്ടുള്ള കമ്പോസ്റ്റ്, കോഴിത്തീറ്റയാക്കാവുന്ന പായൽ, ശുദ്ധജലത്തിൽ വളരുന്ന കണ്ടൻ, മേന്മയേറിയ സങ്കരയിനം മണ്ണിര. പത്തിൽ തോറ്റ ദിവാകരൻ ഇന്ന് നീരയുടെ പേറ്റന്റിന് അപേക്ഷ കൊടുത്ത് കാത്തിരിക്കുന്ന 62കാരൻ. നീലേശ്വരത്തുകാർ ഈ നാട്ടുകാരനെ വിളിക്കുന്നത് ശാസ്ത്രജ്ഞൻ ദിവാകരൻ എന്നാണ്. നാട്ടിൻ പുറത്തു നിന്ന്, വീട്ടുപറമ്പിൽ നിന്ന്, പാടവരമ്പിലും തെങ്ങിൻ തോപ്പിലും നിന്ന് മികച്ച പരീക്ഷണാത്മക കർഷകനുള്ള ഖദർ അവാർഡിന്റെ വെള്ളി വെളിച്ചത്തിലേക്ക് ഞങ്ങൾ കണ്ടെടുക്കുന്നു. മാക്സിം ഗോർക്കിയുടെ സർവകലാശാലയിൽ പഠിച്ച് മാറ്റു തെളിയിച്ച മണ്ണിന്റെ മകനെ. ഇതാണ് ഞങ്ങൾ പറഞ്ഞ ശാസ്ത്രജ്ഞൻ. കൈരളി ന്യൂസ് ഖദർ അവാർഡ്സ് 2019 മികച്ച പരീക്ഷണാത്മക കർഷകൻ. കീർത്തിപത്രം സമ്മാനിക്കുന്നത് ശ്രീ VK ശ്രീരാമൻ. ക്യാഷ് അവാർഡ് സമ്മാനിക്കുന്നത് നാദിർഷ. വേദിയിലും സദസ്സിലുള്ള ബഹുമാന്യരെ, ഈ ആദരവ് അപ്രതീക്ഷിതമായിരുന്നു. അതും ഞാനേറെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന മമ്മൂട്ടിയിൽ നിന്ന് ആയി എന്നുള്ളതൊരു സന്തോഷമുണ്ട്. എൻ്റെ ഏറ്റവും കൂടുതൽ സിനിമകൾ അഭിനയിച്ചിട്ടുള്ള മോഹൻലാലാണെങ്കിലും വ്യക്തിപരമായിട്ട് ഏറ്റവും കൂടുതൽ എപ്പോഴും കോണ്ടാക്റ്റ് വയ്ക്കാറുള്ളത് ഞാനും ശ്രീ മമ്മൂട്ടിയും ആയിട്ടാണ്. മെസ്സേജസും ഫോൺ വിളികളും ഒക്കെ അദ്ദേഹമായിട്ടാണ്. അദ്ദേഹം അവിടെ ഉള്ളതുകൊണ്ട് തന്നെ പറയാം. കാര്യം സ്നേഹത്തോടു കൂടിയിട്ടുള്ള ഒരു ആദരവാണ് ഞാൻ ശ്രീ മമ്മൂട്ടിയായിട്ടുള്ളത്. പക്ഷേ എനിക്കതിനേക്കാൾ കൂടുതൽ ഓർത്തു വയ്ക്കാവുന്ന ഒരുപാട് കാര്യങ്ങൾ പറയുന്ന ഒരു വ്യക്തിയാണ് മമ്മൂട്ടി. ഒരിക്കൽ ഭ്രാന്ത് പിടിക്കുന്ന സമയത്ത് നല്ല തമാശ പറയും. ആരെങ്കിലുമൊക്കെ ഇങ്ങനെ തോണ്ടിക്കഴിഞ്ഞാൽ നല്ല അസാമാന്യ ഹ്യൂമർ. ഞാനും ശ്രീനിവാസനൊക്കെ ഒരുപാട് ആസ്വദിച്ചിട്ടുള്ളതാണ്. ഒരിക്കൽ കോഴിക്കോട് വെച്ചിട്ട് ഞങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് ഒരാൾ വന്നപ്പോൾ ചോദിച്ചു ഇങ്ങനെ, അല്ല നമുക്ക് ഈ കാശൊക്കെ എന്തായി ചെയ്യുന്നത്, എന്തോരം പടത്തിലാണ് അഭിനയിക്കുന്നത്, എത്ര കാശാണ് വാരിക്കൊണ്ടുന്നത്, എന്താ നിങ്ങൾ ചെയ്യുന്നത്? പുള്ളി പറഞ്ഞു വളരെ സോഫ്റ്റായിട്ടാണ്, അതുകൊണ്ട് ക്യാഷാക്കി വാങ്ങിച്ചിട്ട് നോട്ടുകെട്ടുകളായിട്ട് ഞാൻ എൻ്റെ അലമാരയിൽ ഇങ്ങനെ അടുക്കി വയ്ക്കും. അലമാര നിറയാറാവുമ്പോൾ അത് പഴയ പത്രം വാങ്ങുന്ന പത്രക്കാർക്ക് തൂക്കി വിറ്റിട്ട് ആ കിട്ടുന്ന കാശ് കൊണ്ട് ജീവിക്കുകയാണെന്ന് പറഞ്ഞു. അതൊക്കെ ദേഷ്യം വരുമ്പോൾ പറയുന്നതാണ്, ഹ്യൂമറായിട്ട് പറഞ്ഞതല്ല. അതുപോലെ ഒരുപാട് നർമ്മങ്ങൾ. പിന്നെ പുള്ളിയുടെ അടുത്ത് പറയും, പുള്ളിയുടെ ചെറുപ്പത്തിനെ പറ്റിയിട്ട് ആൾക്കാർ ചോദിക്കും, അപ്പോൾ എന്താണ് ഇങ്ങനെ ചെറുപ്പമായിട്ട് എന്നും ഒരേപോലെ ഇരിക്കുന്നത്? പുള്ളി പറയും, അത് വേണം എന്ന് വിചാരിക്കുന്നത് വേണ്ടാന്ന് വെച്ചാൽ മതി, അത്രയേ ഉള്ളൂ. നമുക്കിപ്പോൾ ബിരിയാണി കഴിക്കണം എന്ന ആഗ്രഹം, അത് വേണ്ടാന്ന് വെച്ചാൽ പോരെ. മദ്യപിക്കണമെന്ന ആഗ്രഹം വേണ്ടാന്ന് വെച്ചാൽ പോരെ. വേണമെന്ന് തോന്നുന്ന കാര്യങ്ങൾ വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഈസിയാണ്. പിന്നെ വേറൊന്നും കൂടി ഉണ്ട്, നമുക്ക് ഇഷ്ടമുള്ളതെല്ലാം കഴിക്കാം, പക്ഷെ ഇഷ്ടമുള്ള അത്ര കഴിക്കരുത്. ഇതൊക്കെ കുഞ്ഞിനി മാഷ കവിത പോലെയാണ്. നമുക്ക് ഇഷ്ടമുള്ള എന്തും കഴിക്കാം, പക്ഷെ ഇഷ്ടമുള്ള അത്രയും കഴിക്കരുത്. ഒരു ചിക്കൻ ഫ്രൈ കഴിക്കണം എന്ന് ആഗ്രഹമുണ്ട്, ഒരു കഷ്ണം കഴിച്ചേക്ക് എന്നാണ്. അപ്പം ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് തരുന്ന ഒരു ഗുരുനാഥനായി കൂടിയാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. പിന്നെ ഒരു സിനിമയിൽ പുള്ളിയെ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സമാനം കളയുമെന്ന് ഞാൻ പണ്ടേ പറയാറുള്ളതാണ്. ഒരു സംവിധായകൻ അടുത്ത സിനിമയിൽ മമ്മൂട്ടിയാണ് എന്ന്
നമ്മൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിനോട് പറഞ്ഞ ആ കഥാപാത്രത്തിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മര്യാദയ്ക്ക് കിടന്ന് ഉറങ്ങാൻ പറ്റില്ല. പാതിരാത്രിക്കൊക്കെ പല സ്ഥലങ്ങളിൽ നിന്ന് വിളിക്കും. ആ ക്യാരക്ടർ ഇങ്ങനെ നടന്നാൽ എങ്ങനെയാണ്, അല്ലെങ്കിൽ ആ കഥാപാത്രത്തിൻ്റെ കോസ്റ്റ്യൂം ഏത് രീതിയിലായിരിക്കണം, ഇതിനെപ്പറ്റി തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആളായതുകൊണ്ട് ഞാൻ ഈ നിമിഷം വരെ പറഞ്ഞിട്ടില്ല ഞാൻ അദ്ദേഹത്തിന് കേന്ദ്ര കഥാപാത്രമാക്കിക്കൊണ്ടാണ് അടുത്ത സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. എന്തായാലും വലിയ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചത്. കാരണം പല മാധ്യമങ്ങളുടെ അവാർഡ് ചടങ്ങുകൾക്കും സാക്ഷ്യം വഹിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ കൃഷിയെ മുൻനിർത്തിക്കൊണ്ട് കർഷകർക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു അവാർഡ് എന്ന് പറയുന്നത് അത് കൈരളിക്ക് സ്വന്തം എന്ന് എനിക്ക് തോന്നുന്നു. അത് വലിയ സമാധാനമാണ്, സന്തോഷമാണ്. ഞാൻ ഈ കൃഷിക്കാരനാണ് എന്നിവിടെ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് ചെറിയ ചമ്മലുണ്ട്. കാര്യം പ്രധാന കൃഷിക്കാരൻ എന്ന് പറയുന്നത് കൃഷിക്കാരിയാണ്, എൻ്റെ ഭാര്യയാണ്. ഞാൻ കൂടെയാണ് പ്രധാനമായിട്ടും ഉണ്ടാവാറുള്ളത്. അപ്പോൾ പലരും ചിലപ്പോൾ വിശ്വസിക്കാറില്ല. ഞാനൊരിക്കൽ എറണാകുളത്ത് എൻ്റെ ഒരു ഷൂട്ടിങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ പത്രത്തിലൊരു വാർത്ത വന്നു, മാതൃഭൂമി പത്രത്തിലൊരു ബോക്സിംഗ് ന്യൂസ്. സത്യനന്ദിക്കാരൻ്റെ ഭാര്യ ഒറ്റയ്ക്ക് 17 പറ നെല്ല് കൊയ്തെടുത്തു എന്ന് പറഞ്ഞിട്ട്. ഞാൻ നേരെ വീട്ടിൽ വിളിച്ചു, എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അന്ന് ഈ പ്രളയത്തിന് മുമ്പ് മഴവെള്ളം കയറിയിട്ട് നെല്ലൊക്കെ നശിക്കാൻ തുടങ്ങിയ സമയത്ത് കൊയ്യാൻ ആളെ കിട്ടില്ല, മെഷീൻ ഇറങ്ങില്ല. എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്കിങ്ങനെ സഹിക്കാൻ പറ്റിയില്ല, ഞാൻ കയറി അങ്ങോട്ട് കൊയ്തു എന്ന് പറഞ്ഞു ഒറ്റയ്ക്ക്. അപ്പോൾ ഒറ്റയ്ക്ക് 17 പറ നെല്ല് കൊയ്തെടുത്തു എന്ന് പറഞ്ഞപ്പോൾ കൃഷിയോട് ഒരു താല്പര്യം ഞങ്ങൾക്ക് അന്തിക്കാട്ടുകാർക്ക് പൊതുവേ ഉണ്ട്. സുനിൽകുമാറൊക്കെ മന്ത്രിയാവുന്നതിന് മുമ്പ് തന്നെ നല്ല കൃഷിക്കാരനാണ്. എന്തായാലും ഇതൊരു വലിയൊരു പ്രചോദനമാണ് നമുക്ക് അറിയാനും കേൾക്കാനും. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും മണ്ണിൽ കാല് തൊട്ടിട്ടല്ലേ നമ്മളൊക്കെ നിൽക്കുന്നത്. സിനിമയൊക്കെ എത്ര കാലമാണ് നമ്മളോടൊപ്പം നിൽക്കുക, അത് കഴിഞ്ഞാലും നമുക്കിവിടെ നിലയുറപ്പിക്കണമെങ്കിൽ മണ്ണുണ്ടാവണം, മനുഷ്യനുണ്ടാവണം, കൃഷി ഉണ്ടാവണം. ഇപ്പോൾ മമ്മൂട്ടി വെറുതെ പറഞ്ഞതല്ല, എനിക്കറിയാം അദ്ദേഹം ഒരുപാട് നാളുകളായിട്ട് കൃഷിയോട് താല്പര്യമുള്ള ആളാണ്. ഇപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു എൻ്റെ ഏറ്റവും വലിയ ഡ്രീം എന്ന് പറയുന്നത് ഒരുപാട് പഴങ്ങളും പച്ചക്കറികളും ഉൽപ്പാദിപ്പിക്കുന്ന തോട്ടം ഉണ്ടാക്കണം എന്നുള്ളതാണ്. ഈ അവാർഡ് വാങ്ങിയ എല്ലാവർക്കും ആശംസകൾ നേരുന്നു. അത് നൽകാൻ തീരുമാനിച്ച കൈരളിയോടും കൈരളിയുടെ എല്ലാ പ്രവർത്തകരോടും എൻ്റെ സ്നേഹം അറിയിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നന്ദി സർ. കതിർ അവാർഡുമായി സഹകരിക്കുന്ന 2 സ്പോൺസർമാരെ കൂടി ആദരിക്കുകയാണ് വേദിയിൽ. തൃശൂർ മണ്ണുത്തി ആസ്ഥാന സൗത്ത് ഇന്ത്യൻ അഗ്രി ഫാം MD ശ്രീ KP നടരാജൻ, ഉന്നത നിലവാരത്തിലുള്ള നൂപൂർ ഓർഗാനിക് ഫെർട്ടിലൈസർ നിർമ്മാതാക്കൾ കൂടിയാണ്. ശ്രീ KP നടരാജനെ കൈരളിയുടെ ആദരം ശ്രീ മമ്മൂട്ടിയിൽ നിന്നും ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിക്കുന്നു. താങ്ക് യു സർ. 2 ദശാബ്ദകാലത്തിലേറെയായി മലയാളിക്ക് അക്കൗണ്ടിംഗ് മേഖല സുപരിചിതമാക്കിയ അക്കൗണ്ടൻസ് അക്കാദമിയുടെ MD ശ്രീ ഷാജു കടവല്ലൂരിനെ കൈരളിയുടെ ആദരം ശ്രീ മമ്മൂട്ടിയിൽ നിന്നും ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിക്കുന്നു. ഇനി കേരളത്തിലെ മികച്ച കർഷകയ്ക്കുള്ള കതിർ പുരസ്കാരമാണ്. 2019 മികച്ച കർഷകയ്ക്കുള്ള കതിർ അവാർഡ് ചേർത്തല സ്വദേശിനി റോസി ഇമ്മാനുവേലിന്. കാലം മാറുകയാണ്, കാലാവസ്ഥ കാർഷിക കേരളം മാറിമറിഞ്ഞു. കൃഷി മറന്നാലേ നമ്മൾ രക്ഷപ്പെടും. പുതിയ കേരളത്തെ വിഴുങ്ങുന്ന ആശങ്കയാണിത്. അതിന് മറുപടിയുമായി വരുന്നത് റോസി ഇമ്മാനുവേലാണ്. ചേർത്തലയിൽ നിന്നൊരു കൃഷിക്കാരി. പ്രളയം വന്നാലും വരൾച്ച വന്നാലും കൃഷി മരിക്കില്ല എന്നാണ് ഈ കാർഷിക ജീവിതം സാക്ഷ്യപ്പെടുത്തുന്നത്. ശാസ്ത്രീയമായ സമ്മിശ്ര കൃഷിയാണ് റോസിയുടേത്. ഒരിടത്ത് കൃഷി, ഒപ്പം പക്ഷികളെയും മൃഗങ്ങളെയും മീനുകളെയും പോറ്റൽ. പറമ്പിലെയും കൃഷിയിടത്തിലെയും വിളവിലൊരു പങ്ക് പക്ഷി മൃഗാദികൾക്ക്. തൊഴുത്തിലും കൂട്ടിലും കുളത്തിൽ നിന്നും കിട്ടുന്ന ജൈവാവശിഷ്ടങ്ങൾ കൃഷിക്ക്. ഒരു കാലപ്പിഴയ്ക്കും ഈ ജൈവ ശൃംഖല തകർക്കാനാകില്ല.
കഴിഞ്ഞ പ്രളയത്തെ, പിന്നാലെ വന്ന ചൂടിനെ റോസിയുടെ കൃഷിയിടം അങ്ങനെയാണ് മറികടന്നത്. സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദധാരിയായിട്ടും കൃഷി ജീവിതമാർഗമാക്കിയ വീട്ടമ്മയ്ക്ക് കൃഷിയുടെ സാമ്പത്തിക ശാസ്ത്രം ഒരിക്കലും തെറ്റുന്നില്ല. ചേർത്തല പോലൊരു വെള്ളമണൽ പ്രദേശത്ത് വെറും 1.5 ഏക്കറിലാണ് ഇതെല്ലാം. 3 ജോലിക്കാരെയുള്ളൂ. 1 റോസി, 2 ഭർത്താവ് ഇമ്മാനുവേൽ, 3 മകൻ ജോർജ്. പുലർച്ചെ 5 മുതൽ രാത്രി 11 വരെ ജോലി ചെയ്യുന്ന കുടുംബം. 1.5 ഏക്കറിന്റെ വിശാലതയിൽ 3 പേർ പണിയെടുത്താൽ മതിയോ? ധാരാളം. നവകേരളം ഒരു അസാധ്യ സ്വപ്നമല്ല, എത്തിച്ചേരാനാകുന്ന ലക്ഷ്യമാണ്. പ്രളയത്തിനും വരൾച്ചയ്ക്കും കീഴെ പരിമിതികൾക്കും വെല്ലുവിളികൾക്കും മുന്നിൽ നമ്മളത് പണിതെടുക്കുമെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു ഈ 65-കാരി. മികച്ച കൃഷിക്കാരിക്കുള്ള 2019 കതിർ പുരസ്കാരം കാലമറിയുന്ന കൃഷിക്കാരിക്ക്. കൈരളി ന്യൂസ് കതിർ അവാർഡ്സ് 2019 മികച്ച കർഷക റോസി ഇമ്മാനുവേൽ. പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിനായി ശ്രീമതി റോസി ഇമ്മാനുവേലിനെ ക്ഷണിക്കുന്നു. പുരസ്കാരം സമർപ്പിക്കുന്നത് പത്മശ്രീ ഭരത് മമ്മൂട്ടി. കീർത്തിപത്രം സമ്മാനിക്കുന്നത് ബഹുമാനപ്പെട്ട തൃശൂർ മേയർ അജിത വിജയൻ. ക്യാഷ് അവാർഡ് സമ്മാനിക്കുന്നത് ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ VS സുനിൽകുമാർ. ഇനി കൈരളി ചെയർമാന്റെ ഇത്തവണത്തെ പ്രത്യേക പുരസ്കാരമാണ്. ഈ പുരസ്കാരത്തിന് അർഹയായിരിക്കുന്നത് വയനാട് വെള്ളമുണ്ടയിലെ ശ്രീമതി കുംഭ. കുംഭയുടെ ജീവിതരേഖ കാണാം. കൈയും കാലും കെട്ടി തടവിലിട്ടാൽ ജയിൽ മുറിയിലെ പൊടി പിടിച്ച നിലത്ത് നാക്കുകൊണ്ട് ചിത്രം വരയ്ക്കുമെന്ന് ഏകാധിപത്യത്തോട് പ്രഖ്യാപിച്ച പാബ്ലോ പിക്കാസോ. രണ്ടു കാലും തളർത്തിയാൽ മണ്ണിൽ ഇടഞ്ഞു നടന്നായാലും പണിയെടുത്ത് ജീവിക്കുമെന്ന് വിധിയോട് വിളിച്ചു പറഞ്ഞു വയനാട്ടിലെ കുംഭ. പോറ്റിയിരുന്ന ഭർത്താവ് കുങ്കൻ മരിച്ചപ്പോൾ മകൻ രാജുവിനെ വളർത്താൻ കൃഷിക്കാരിയായി മാറിയ വീട്ടമ്മ. അങ്ങനെ ഒരുപാട് പേരുണ്ടാകാം. പക്ഷേ 3-ാം വയസ്സിൽ അരയ്ക്ക് താഴേക്ക് തളർന്നിട്ടും മണ്ണിൽ പണിയെടുത്ത് തനിയെ കുടുംബം പോറ്റാൻ തീരുമാനിച്ച മറ്റൊരാളും ഉണ്ടാകില്ല തന്നെ. നനച്ചുണ്ടാക്കും. കോഴിയെ വളർത്തും. ചിരട്ടക്കയിലുണ്ടാക്കും. മുളംകുട്ടമിടയും. തളർന്നുപോയ കാലുകളിൽ നിവർന്നു നിന്ന് കുംഭാമ വിധിയെ വെല്ലുവിളിച്ചത് അങ്ങനെയൊക്കെയാണ്. വിധിയും വെറുതെ ഇരുന്നില്ല. ക്യാൻസറിന്റെ രൂപത്തിൽ പരീക്ഷിക്കാനെത്തി. 2 ഓപ്പറേഷനുകൾ, മാറിടം മുറിച്ചു നീക്കൽ. അതിനൊക്കെ ആയമ്മ വഴങ്ങി. തുടയിൽ നിന്ന് മാംസമെടുത്ത് പ്ലാസ്റ്റിക് സർജറി വേണമെന്ന് പറഞ്ഞപ്പോൾ മാത്രം സമ്മതിച്ചില്ല. കൃഷിക്കാരിയുടെ ജീവിതം അവസാനിച്ചു. കഴിഞ്ഞിട്ടും വെള്ളമുണ്ടയിലെ കൊല്ലിയിൽ കോളനിയിലെ 1 ഏക്കറിൽ മുഴുവൻ അക്ഷരാർത്ഥത്തിൽ ഇഴഞ്ഞു നടന്ന് പണിയെടുക്കുകയാണ് ആ 69-കാരി.
സ്വന്തം പേരിന്റെ 2 അക്ഷരങ്ങൾ മാത്രം എഴുതാൻ അറിയുന്ന ഈ അമ്മയുടെ തളർന്ന കാലുകളിലെ വിയർപ്പണിഞ്ഞ പാദങ്ങളെ കൈരളി ചെയർമാന്റെ പ്രത്യേക പുരസ്കാരത്തിനായി മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടി ഇത്തവണ തിരഞ്ഞെടുക്കുന്നു വയനാട്ടിലെ ഈ ഹെലൻ കെല്ലറിനെ. കൈരളി ന്യൂസ് കതിർ അവാർഡ്സ് 2019 ചെയർമാന്റെ പ്രത്യേക പുരസ്കാരം കുംഭാം. തൊട്ടു തൊഴുതുകൊണ്ട് തന്നെ കുംഭാമയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം കുംഭാമയ്ക്ക് വീൽ ചെയറിന്റെ സഹായം അഭ്യർത്ഥിച്ചെങ്കിലും കുംഭാമ സ്നേഹപൂർവ്വം അത് നിരസിക്കുകയായിരുന്നു. ആദ്യം മുതൽ ഇതാണ് ഞാൻ വളർന്ന രീതി, ഇതാണ് ഞാൻ കൃഷി ചെയ്ത രീതി, ഇങ്ങനെയേ ഞാൻ ജീവിക്കൂ, ഇങ്ങനെയേ ഞാൻ വരൂ എന്ന് കുംഭാമ ഞങ്ങളോട് പറഞ്ഞത് അർത്ഥവത്തായിക്കൊണ്ട് എഴുന്നേറ്റ് നിന്നുകൊണ്ട് തന്നെ നമുക്ക് കുംഭാമയെ ഈ വേദിയിൽ ആദരപൂർവ്വം ആദരിക്കാം. എങ്ങനെയാണ് നന്ദി പറയേണ്ടത് എനിക്കൊന്നും അറിയില്ല. ഞാൻ വയനാട്ടാറാ, വലിയ മാനസരംകോട്ടിൻ്റെ അടിയിലാണ് ഞാൻ ഇരിക്കുന്നത്. പക്ഷേ മമ്മൂട്ടി സാറ് എങ്ങനെയാ എന്നെ ഇവിടെ എത്തിച്ചത് എനിക്ക് തന്നെ അറിയില്ല. മമ്മൂട്ടി സാറുടെ ദൈവത്തിന് പോലെ ഒന്നും ഞാൻ വിചാരിച്ചതായിരുന്നു. ഇവിടെ എത്തിച്ചതുകൊണ്ട് എൻ്റെ ജീവിതമെല്ലാം നിങ്ങൾ കണ്ടതല്ലേ. മമ്മൂട്ടി സാർക്കും ഇവിടെ ഉള്ള ജനങ്ങൾക്കും എല്ലാവർക്കും നന്ദി. എനിക്ക് വർത്തമാനം പറയാനറിയില്ല. കുംഭാമ പോകുന്നതിന് മുമ്പ് മറ്റൊരു സന്തോഷ വാർത്തയുണ്ട്. കുംഭാമയുടെ ജീവിതാനുഭവങ്ങളൊക്കെ കണ്ടപ്പോ കേട്ടപ്പോ അറിഞ്ഞപ്പോ കൈരളി കതിർ അവാർഡിനോടൊപ്പം തന്നെ സാമ്പത്തികമായ ഒരു സഹായം കൂടി ചെയ്യണമെന്ന് ആഗ്രഹം അറിയിച്ചിട്ടുണ്ട്. സിബി മൈനിങ് ഹൈദരാബാദ് ആസ്ഥാനമായ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയാണ്. കോട്ടയത്തെ കർഷക കുടുംബത്തിൽ നിന്നും സിബി മൈനിങ് എന്ന കമ്പനിയുടെ നേതൃത്വത്തിലേക്ക് എത്തിയ സിബി നമ്മുടെ കുംഭാമയ്ക്ക് 1 ലക്ഷം രൂപ നൽകുന്നു. ഒരു വലിയ കയ്യടിയോടുകൂടി തന്നെ സിബി മൈനിങ് ഡയറക്ടർ അഞ്ജു കുര്യൻ സിബിയെ ക്യാഷ് അവാർഡ് നൽകുന്നതിനായി ക്ഷണിക്കുന്നു. അർഹതയുടെ അംഗീകാരത്തിന് നിറഞ്ഞ കയ്യടി നമുക്ക് ഓരോരുത്തർക്കും നൽകാം. കുംഭാമയെ നമുക്ക് വേദിയിൽ നിന്ന് ഇനി മമ്മൂക്കയ്ക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാനുള്ള അവസരമാണ്. മമ്മൂക്ക. കൈരളി മലയാളം കമ്മ്യൂണിക്കേഷൻസിൻ്റെ ടെലിവിഷൻ ചാനലാണ്. മലയാളം കമ്മ്യൂണിക്കേഷൻ്റെ ചെയർമാനായിട്ടിരിക്കുന്നത് കൊണ്ട് ഇങ്ങനെ ചില സൗഭാഗ്യങ്ങളാണ് എനിക്ക് കൂടുതലായി കിട്ടുന്നത്. മനുഷ്യരെ കാണാനും മനുഷ്യത്വം കാണിക്കാനും ഒക്കെയുള്ള അവസരം ഇതുപോലെയുള്ള അവാർഡ് പുരസ്കാരങ്ങൾ എപ്പോഴും കൈരളിക്കും കൈരളി പ്രവർത്തകർക്കും ലഭിക്കാറുണ്ട്. ഇവിടെ നിങ്ങളിപ്പോൾ കണ്ട് അത് നമ്മളിലുള്ള മനുഷ്യത്വത്തിൻ്റെ ഏറ്റവും മനോഹരമായ പ്രകടനമാണ്, പ്രതിഫലനമാണ്. നമ്മൾ ജീവിതത്തിനോടും വിധിയോടും പ്രകൃതിയോടും നമ്മുടെ സാഹചര്യങ്ങളോടുമൊക്കെ മല്ലിടുന്നത്
അങ്ങനെ വിജയിച്ച ഒരുപാട് ആളുകളെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ ഒരു വലിയ വിജയം 2 കൈയും 2 കാലുമുള്ള നമുക്ക് പോലും ഇത്രയേറെ കഷ്ടതകൾ സഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. കൃഷിയോട് അത്രത്തോളം താല്പര്യവും അത്രത്തോളം ആഗ്രഹവുമുള്ള കുംഭമ്മ ഒരുപക്ഷെ നമ്മുടെ കാർഷിക താല്പര്യങ്ങളുടെ ഒരു പ്രതീകമാണ്. ഇവരൊക്കെ ഉണ്ട് നമ്മുടെ കൂടെ, ഇവരൊക്കെയാണ് നമ്മളെ പോറ്റുന്നത്. പക്ഷേ അവരെയൊക്കെ പോറ്റാൻ പലപ്പോഴും നമ്മളൊക്കെ മറന്നു പോകുന്നു. പല വിവിധങ്ങളായിട്ടുള്ള വിത്തുകൾ ശേഖരിക്കുന്ന രാമേട്ടൻ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ വളരെ നിർബന്ധ ബുദ്ധിയോടുകൂടിയുള്ള വാശിയില്ലായിരുന്നെങ്കിൽ നമുക്കൊരുപാട് വിത്തിനങ്ങൾ നഷ്ടപ്പെട്ടു പോകുമായിരുന്നു. ഈ ആളുകൾ ഇവരാരും നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നു, അല്ല നിങ്ങൾ ഊണ് കഴിക്കുന്നതല്ല, അത് അവരുടെ ഒരു സന്തോഷത്തിനും സമാധാനത്തിനും ആഗ്രഹിക്കുന്നതിന് വേണ്ടി കൃഷി ചെയ്യുന്നവരാണ്. ഈ അവാർഡ് കിട്ടിയ എല്ലാവരും, ഈ കതിർ അവാർഡ് കൃഷിയുടെ ഏറ്റവും വലിയ സിമ്പലായി, അല്ലെങ്കിൽ കർഷകൻ്റെ ഏറ്റവും വലിയ മാതൃകയായി, കർഷകൻ്റെ ഏറ്റവും വലിയ കൊടിയടയാളമായി കതിർ അവാർഡ് നിലനിൽക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ ഈ അവാർഡ് കിട്ടിയ ആളുകൾ, ഇപ്പോൾ ഈ PV ദിവാകരനൊക്കെ ഒരുപക്ഷെ അദ്ദേഹം പറഞ്ഞത് എനിക്ക് അത്ഭുതം തോന്നിപ്പോയി. എൻ്റെ കുടുംബത്തിനുണ്ടാവുന്ന വരുമാനത്തിൻ്റെ 80% ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നീക്കിവെക്കാൻ തയ്യാറാണ്. എന്നെപ്പോലെ ഒരാൾക്കൊന്നും ചിന്തിക്കാൻ പറ്റില്ല. ഞാൻ 80% വിട്ട് 5% പോലും ചിലവഴിക്കാൻ എൻ്റെ മനസ്സ് വരില്ല. പക്ഷേ ഈ മനസ്സാണ് അദ്ദേഹത്തെ പോലെ ആൾക്കാർ ഈ നാടിന് വേണ്ടി അല്ലെങ്കിൽ ഈ കൃഷി എന്ന് പറയുന്ന ആ ഏറ്റവും വലിയ സേവനത്തിന് വേണ്ടി ചെലവഴിക്കുന്നത്. പിന്നെ ഈ റോസി ഇമ്മാനുവൽ എന്ന് പറയുന്ന കർഷക 1.5 ഏക്കർ ഭൂമിയിൽ ഇത് എന്താ പറയുക, ഇൻ്റഗ്രേറ്റഡ് കൃഷിയാണ്. എല്ലാം പരസ്പരം ബന്ധിച്ച് കിടക്കുന്ന കൃഷിയാണ്. അതൊക്കെ ഒരു സ്വന്തം പരീക്ഷണങ്ങളാണ്. കൃഷിയിൽ പുതിയ പുതിയ പരീക്ഷണങ്ങൾ നടത്തുന്ന ആളുകളാണ്. അത് നമുക്ക് ഓരോ വീട്ടിലമ്മമാരും ഇതുപോലെയാണെങ്കിൽ ഒരുപക്ഷെ കേരളത്തിൽ ഈ വക പച്ചക്കറികൾക്കോ നമ്മുടെ ആഹാര പദാർത്ഥങ്ങൾക്കോ വിത്തനങ്ങൾക്കോ ഒന്നും ഒരു തരത്തിലുള്ള ദാരിദ്ര്യവും ഉണ്ടാകാൻ പോകുന്നില്ല. ഇവരെയൊക്കെ അംഗീകരിക്കാനും ആദരിക്കാനും കൈനൽക്കിയിട്ടിയ ഈ അവസരം ഞങ്ങൾ വളരെ സന്തോഷപൂർവ്വം, ആഹ്ലാദപൂർവ്വം, ആനന്ദപൂർവ്വം നിർവഹിക്കുകയാണ്. സത്യൻ്റെ ഭാര്യ കഞ്ഞി വെച്ച് കൊടുക്കുന്നത് അല്ലെങ്കിൽ ചോറ് വെച്ച് കൊടുക്കുന്നത് അവരുടെ പാടത്ത് അവർ തന്നെ കൃഷി ചെയ്ത് വിളവെടുത്ത കുത്തിയ അരി കൊണ്ടാണ് സത്യനെ കൂട്ടുന്നത്. അതുകൊണ്ടാണ് സത്യൻ ഇത്രയും ചെറുപ്പമായിട്ട് ഇപ്പോഴും ഇരിക്കുന്നത്. ഞാൻ അതിൽ നിന്ന് കുറച്ച് വിത്തുകൾ ചോദിക്കാനിരിക്കുകയാണ്. എനിക്കൊന്ന് ചെറുപ്പമായാൽ കൊള്ളാമെന്നുണ്ട്. അത് ഈ പരിപാടിക്ക് വന്ന എല്ലാവർക്കും നല്ല വിഷരഹിതമായ ആഹാരം, പച്ചക്കറി, ഊണൊക്കെ കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. വന്ന് സഹകരിച്ചതിനും സന്തോഷമായിട്ട് ഈ ഞങ്ങൾ ആദരിച്ചവരെയൊക്കെ പ്രോത്സാഹിപ്പിച്ചതിനും വളരെ നന്ദി. എല്ലാവർക്കും സന്തോഷം, വളരെ സന്തോഷം. എൻ്റെ സമ്മാനം ഇഷ്ടമായോ? ഞാനേതായാലും വരുന്നുണ്ട്, വയനാട്ടിൽ രാമേട്ടൻ വിളിച്ചിട്ടുണ്ട്, പോകണം. എല്ലാവർക്കും നന്ദി, നല്ല സായാഹ്നം നേരുന്നു. നമസ്കാരം.